നമസ്കാരം. 3-4 കുടുംബങ്ങൾ ചേർന്ന് ഒരു വീട് വാടകയ്ക്കെടുക്കുന്നു. എന്നിട്ട് ആ വീട് ചുമരുകൾ കെട്ടി ഭാഗം വെച്ച് അതിൽ മാറി മാറി താമസിക്കേണ്ട ഗതികേടിലാണ് ഇന്ന് ഇറാനിലെ ജനങ്ങൾ. പറഞ്ഞു വരുന്നത് ഫിക്ഷനല്ല. അമേരിക്കയുടെ കടുത്ത ഉപരോധത്തിൽ തകർന്നടിഞ്ഞ ഇറാനിലെ ഇന്നത്തെ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ പോലും കഴിയാതെ ഒരു ചായയ്ക്ക് ഇന്ത്യൻ രൂപ കണക്കാക്കിയാൽ 8 ലക്ഷം രൂപ വരെ നൽകേണ്ട അവസ്ഥയിലേക്ക് ഇറാൻ എങ്ങനെ എത്തപ്പെട്ടു? അതായത് ലോകത്തെ ഏറ്റവും പണപ്പെരുപ്പമുള്ള 3 രാജ്യങ്ങളാണ് വെനസ്വേലയും സുഡാനും. വെനസ്വേലയ്ക്കും സുഡാനും ശേഷം, അല്ലെങ്കിൽ വെനസ്വേലയ്ക്കും സുഡാനുമൊപ്പം ലോകത്ത് ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പമുള്ള 3ാമത്തെ രാജ്യമായി ഇറാൻ മാറിയിരിക്കുന്നു. 2016 ഇത് വെറും 7%. അതായത് പണപ്പെരുപ്പം 2016 വെറും 7%. ഇന്നത് കുതിച്ചുയർന്ന് 87% എത്തി നിൽക്കുന്നു. 1942 ശേഷമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയിലൂടെയാണ് ഇറാൻ കടന്നു പോകുന്നത്. രാജ്യത്ത് യുവാക്കളുടെ എണ്ണം, അതായത് ഒരു 100 പേരെ എടുത്താൽ 25 പേർക്കും തൊഴിലില്ല. അതായത് 100-ൽ 23.4% പേർക്ക് തൊഴിലില്ല എന്നർത്ഥം. ഇതിനുമൊപ്പം കൂടെയാണ് ഒരു വീട്ടിൽ 2-3 കുടുംബങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടി വരിക. എന്നിട്ട് ആ വീടിന് കൊടുക്കേണ്ട വാടക ഇനത്തിൽ ഭരണകൂടം 25% അത് കുത്തനെ കൂട്ടുന്നൊരവസ്ഥയുണ്ടാകുക. ഇതെല്ലാം ജനജീവിതത്തെ, അവിടുത്തെ സാധാരണക്കാരുടെ ജനങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി സ്തംഭിപ്പിച്ചു. ഞങ്ങളുടെ തീന്മേശ കാലിയാണ്, കഴിക്കാൻ ഞങ്ങൾക്ക് ആഹാരം തരൂ, നിങ്ങളുടെ യുദ്ധക്കൊതി ദയവായി ഒന്ന് അവസാനിപ്പിക്കൂ എന്ന മുദ്രാവാക്യവുമായി ഫാക്ടറി തൊഴിലാളികളും വിരമിച്ച ഉദ്യോഗസ്ഥരുമടക്കം നിരവധി പേർ ഇന്ന് തെരുവിലിറങ്ങിയിരിക്കുകയാണ്. എന്നാൽ ജനങ്ങളുടെ ഈ നിലവിളി കേൾക്കാൻ ഇറാൻ ഭരണകൂടം തയ്യാറല്ല. ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് വന്ന 3 ചെറുപ്പക്കാരെയാണ് ഇറാൻ ഭരണകൂടം പരസ്യമായി ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് തൂക്കിലേറ്റിയത്. ഇത് ഇറാനിലെ ജനങ്ങളെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. അവർ തെരുവിലേക്ക് കൂട്ടമായി ഇറങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് ഒരു യുദ്ധത്തിലൂടെ ഇറാനെ കീഴടക്കാം എന്നതായിരുന്നില്ല അമേരിക്കയുടെ ലക്ഷ്യം. തങ്ങൾ കീഴടക്കും, ഇറാനെ ഞങ്ങൾ ആകെ നശിപ്പിക്കും, ഒരു രാത്രി മതി നശിപ്പിക്കാൻ എന്നൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോഴും അതായിരുന്നില്ല അമേരിക്കയുടെ ലക്ഷ്യം. മറിച്ച് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് പതിയെ പതിയെ കൊല്ലുക എന്നതായിരുന്നു അമേരിക്കയുടെ ഗൂഢതന്ത്രം. അതിപ്പോൾ നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അമേരിക്ക ആദ്യം പ്രയോഗിച്ച തന്ത്രം ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധമായിരുന്നു. ഇറാൻ്റെ എണ്ണ കയറ്റുമതി പൂർണ്ണമായി തടഞ്ഞു. രണ്ടാമത് ധാതുക്കളുടെ ഉപരോധം. സ്റ്റീലും അലുമിനിയവും വിപണിയിൽ എത്തിച്ചിരുന്ന, അതായത് ഇറാൻ സ്റ്റീലും അലുമിനിയവും വിപണിയിൽ എത്തിച്ചിരുന്നു. ആ വിപണിയിൽ എത്തിക്കുവാനുള്ള വഴികൾ അമേരിക്ക അടച്ചു. പിന്നീടുണ്ടായത് ആഗോള വിലക്കുകളായിരുന്നു. ഈ വിലക്കുകൾ, അതായത് എണ്ണ വാങ്ങുന്നതിന് അമേരിക്ക ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമ്പോൾ, ഇങ്ങനെ ഈ വിലക്ക് നിൽക്കുമ്പോൾ തന്നെ മറ്റു വഴികളിലൂടെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ ശ്രമിച്ച രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക കനത്ത തീരുവ ചുമത്തി. പിന്നീട് ഇറാൻ്റെ
സർവത്ര ആസ്തികളും മരവിപ്പിച്ചു. അവയൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇറാൻ ഉണ്ടായിരുന്ന നിക്ഷേപങ്ങളും മറ്റ് ബാങ്ക് ഇടപാടുകളും ആണ് അവർ പൂർണ്ണമായും മരവിപ്പിച്ചത്, അമേരിക്ക മരവിപ്പിച്ചത്. അങ്ങനെ അമേരിക്കയുടെ തന്ത്രങ്ങൾ ഓരോന്നായി വിജയം കണ്ടപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പട്ടിണിയാണ്. വരും ദിവസങ്ങളിൽ ഇറാൻ ഇതിലും വലിയ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നാണ് അവിടെ നിന്ന് ഇറാനിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.